ഹായ് ഡിയേഴ്സ്. യു പി എസ് സി ഒരുപാട് വേക്കൻസീസ് റിക്രൂട്ട്മെൻറ്റിന് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പം വേരിയസ് ക്വാളിഫിക്കേഷനാണ് ലൈക്ക് പി ജി ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്കൽ സയൻസസിലെ പി ജി അല്ലെങ്കിൽ സൈക്കോളജി പി ജി, അതേപോലെ ലോ വരുന്നത്, പിന്നെ അങ്ങനെ പല പല കോഴ്സസ്, ബി ടെക് ബി ടെക് കോഴ്സസ്, അങ്ങനെ പല കോഴ്സുകളിൽ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറിയിലേക്ക് അപ്ലിക്കേഷൻസ് കോൾ ഫോർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്രൈറ്റീരിയ എന്നുള്ളത് ഇൻ്റർവ്യൂ ബേസ്ഡ് ആണ്. ഈ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉള്ളവർ ഇൻ്റർവ്യൂ ബേസിൽ ആദ്യം അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ ബേസിസിൽ നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റ് ലഭിക്കുകയാണ്. അപ്പം നമുക്ക് ആ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. ഏതൊക്കെയാണ് പോസ്റ്റ്, എത്ര പോസ്റ്റ് ഉണ്ട്, ഏജ് ലിമിറ്റ് എന്താണ്, ഓരോന്നിനും ഡിഫറെൻറ്റ് ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ ക്വാളിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞ പോലെ പലതിൻ്റെയും ക്വാളിഫിക്കേഷൻ പി ജി ഇൻ ഫിസിക്കൽ സയൻസസ് അല്ലെങ്കിൽ ബയോളജിക്കൽ സയൻസസ് ആണ് വരുന്നത്, ആൻഡ് സൈക്കോളജി. പിന്നെ അതേപോലെ വരുന്നത് കുറച്ച് എക്കണോമിക്സിൻ്റെ കോഴ്സസ് വരുന്നുണ്ട്, അതേപോലെ ലോ വരുന്നുണ്ട്, പിന്നെ ബി ടെക് കോഴ്സസ്. ബി ടെക് എല്ലാം ഒന്നുമില്ല, ചില കോഴ്സസ് ലൈക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പോലെ ചില കോഴ്സുകളുടെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ പോസ്റ്റിൻ്റെയും ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും ആദ്യം അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച്. അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും, എന്നിട്ടാണ് നിങ്ങളുടെ സെലക്ഷൻ വരുന്നത്. അപ്പോൾ എക്സാം ബേസ്ഡ് ആയിട്ടുള്ളൊരു നോട്ടിഫിക്കേഷൻ അല്ല ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാം. അപ്പോൾ നിങ്ങൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം, എന്നിട്ട് അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണെന്ന് കാണിച്ചു തരാം. ഒഫീഷ്യൽ വെബ്സൈറ്റ് വരുന്നത് www.upsc.gov.in എന്ന വെബ്സൈറ്റിലാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. സോ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ, പ്ലീസ് സപ്പോർട്ട് ദ ചാനൽ. നമ്മൾ ഇങ്ങനത്തെ വേക്കൻസി ഡീറ്റെയിൽസും എഡ്യൂക്കേഷൻ റിലേറ്റഡ്, അക്കാഡമിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ആണ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ഐക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. അപ്പോൾ വേക്കൻസി ഡീറ്റെയിൽസ് മീൻസ് ഡിഫറെൻറ്റ് വേക്കൻസീസ് ആണ്, ഡിഫറെൻറ്റ് പോസ്റ്റുകളിലേക്കാണ് ഈ വേക്കൻസീസ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ വേക്കൻസി ആയിട്ട് ഓരോ പോസ്റ്റും ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് വേക്കൻസി എത്രയുണ്ട്, അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, പിന്നെ ഏജ് ലിമിറ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞിട്ട് പോവുക. അല്ലെങ്കിൽ ഇത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനാണ്, ഒരുപാട് പേജസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓൺലൈനായിട്ട് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. സോ ഫസ്റ്റ് വേക്കൻസി ഒരു വേക്കൻസിയാണ് വരുന്നത് എക്കണോമിക് ഓഫീസറിൻ്റെ പോസ്റ്റിലേക്ക്. അതിന് ക്വാളിഫിക്കേഷൻ വരുന്നത് ഏജ് ലിമിറ്റ് 30 ആണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഓർ അപ്ലൈഡ് എക്കണോമിക്സ് ഓർ ബിസിനസ് എക്കണോമിക്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ, ഒരുപാട് വേക്കൻസി ഉണ്ട്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വായിച്ചു പോകാം. സെക്കൻഡ് വരുന്നത് 10 വേക്കൻസീസ് ആസ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇൻ സിവിൽ. ഏജ് ലിമിറ്റ് ഇസ് 35. ബി ടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്. എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട് 3 years എക്സ്പീരിയൻസ് ഇൻ പ്ലാനിംഗ്, കൺസ്ട്രക്ഷൻ ആൻഡ് എക്സിക്യൂഷൻ ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്. പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്യൂട്ടീസും മറ്റു കാര്യങ്ങളും ഇവിടെ നോട്ടിഫിക്കേഷനിലുണ്ട്, നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പം തന്നെ ഒന്ന് വായിച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നത് വേക്കൻസി 1 വേക്കൻസി ആസ് എ പ്രോഗ്രാമർ ഗ്രേഡ് എ ഇൻ സെൻട്രൽ ഗ്രൗണ്ട് വാട്ടർ ബോർഡ് ആൻഡ് ഏജ് ലിമിറ്റ് 35 ആണ്. ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ഓപ്പറേഷൻസ് ആൻഡ് റിസർച്ച്, ഫിസിക്സ് ഓർ എക്കണോമിക്സ്, കൊമേഴ്സ്. ഇത്രയും പി ജി ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഒന്നുകൂടി പറയാം: സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, ഓപ്പറേഷൻസ്, റിസർച്ച്, ഫിസിക്സ്, എക്കണോമിക്സ്, കൊമേഴ്സ്. ഓക്കെ, എക്സ്പീരിയൻസ് ഉണ്ട് 3 years എക്സ്പീരിയൻസ് ഓഫ് ഇലക്ട്രോണിക്സ് ഡാറ്റ പ്രോസസ്സിംഗ് വർക്കൗട്ട്, of which 2 years experience should be in something like programming or electronic computer etc. Okay, ഇപ്പോൾ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്താൽ മതി. Over to the next. 43 vacancies in public prosecutor in Central Bureau of Investigation. So it's public prosecutor അല്ലേ. അപ്പം ഏജ് ലിമിറ്റ് 35 ആണ് വരുന്നത്. ആൻഡ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇസ് ഒബ്വിയസ്ലി ഡിഗ്രി ഇൻ ലോ. എക്സ്പീരിയൻസ് പറയുന്നത് 7 years പ്രാക്ടീസ് അറ്റ് ബാർ ഇൻ കണ്ടക്ടിങ് ക്രിമിനൽ കേസസ്. Then over to the next. 26 vacancies as assistant public prosecutor in Central Bureau of Investigation. Again, law ആണ് വരുന്നത്, ഡിഗ്രി ഇൻ ലോ.
ഏജസ് 30 years. ഇവിടെ നിങ്ങൾ ക്വാളിഫിക്കേഷൻ മാത്രമേ പറയുന്നുള്ളൂ, എക്സ്പീരിയൻസ് പറയുന്നില്ല. ഓക്കെ, സോ എനിബഡി വിത്ത് ദ ഡിഗ്രി ഓഫ് ലോ ക്യാൻ അപ്ലൈ ഹിയർ. അടുത്തത് വരുന്നത് 1 വേക്കൻസി ആസ് സീനിയർ സയൻറ്റിഫിക് ഓഫീസർ ഇൻ ബാലിസ്റ്റിക്സ് ഇൻ ഫോറൻസിക് സയൻസ് ലാബറട്ടറി. ഓക്കെ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോസ്റ്റാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ് ഓർ മാത്തമാറ്റിക്സ് ഓർ ഫോറൻസിക് സയൻസ്. പിന്നെ BSc ലെവലിൽ നിങ്ങൾ ഈ ഫിസിക്സ്, മാത്സ് ഓർ ഫോറൻസിക് സയൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പീരിയൻസ് വരുന്നുണ്ട് 3 years എക്സ്പീരിയൻസ് ഓഫ് അനലിറ്റിക്കൽ മെത്തേഡ് റിസർച്ച് ദർ ഇൻ റിലവൻറ്റ് ഫീൽഡ്. അപ്പോൾ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്, അതും കൂടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 2 വേക്കൻസീസ് ഫോർ ദ പോസ്റ്റ് ഓഫ് സീനിയർ സയൻറ്റിഫിക് ഓഫീസർ ഇൻ ഫോറൻസിക് സയൻസ് ലാബറട്ടറി. ഏജ് ലിമിറ്റ് 38 years ആണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സുവോളജി ഓർ ബോട്ടണി ഓർ ആന്ത്രപ്പോളജി or human biology or biochemistry or microbiology or genetics or biotechnology or molecular biology or forensic sciences. അപ്പോൾ ഇത്രയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് ബയോളജിക്കൽ സയൻസസ്. ഓക്കെ, ജനറലി പറയുമ്പം. പിന്നെ എക്സ്പീരിയൻസ് വരുന്നത് 3 years എക്സ്പീരിയൻസ് ഇൻ അനലിറ്റിക്കൽ മെത്തേഡ്സ് റിസർച്ച് ദർ ഇൻ റിലവൻറ്റ് ഫീൽഡ്. ഓക്കെ, then 2 vacancies in senior scientific officer chemistry in forensic science laboratory. 38 years ആണ് എക്സ്പീരിയൻസ് വരുന്നത്. മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കെമിസ്ട്രി ഓർ ടോക്സിക്കോളജി ഓർ ഫോറൻസിക് സയൻസസ് ആണ് പറയുന്നത്. എക്സ്പീരിയൻസ് അതേപോലെ 5 years എക്സ്പീരിയൻസ് ഇൻ ദ ഫീൽഡ് ഓഫ് കെമിസ്ട്രി ഓർ ടോക്സിക്കോളജി. നെക്സ്റ്റ് ഇസ് 2 vacancies ഫോർ സീനിയർ സയൻറ്റിഫിക് ഓഫീസർ അഗെയിൻ ഡോക്യുമെൻറ്റ്സ് ഇൻ ഫോറൻസിക് സയൻസ് ലാബറട്ടറി. ഏജ് ലിമിറ്റ് 38 years. അതേപോലെ ക്വാളിഫിക്കേഷൻ വരുന്നത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ഫിസിക്സ് ഓർ കെമിസ്ട്രി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഫോറൻസിക് സയൻസസ്. എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട് 3 years എക്സ്പീരിയൻസ് ഇൻ അനലിറ്റിക്കൽ മെത്തേഡ് റിസർച്ച് ദർ ഇൻ റിലവൻറ്റ് ഫീൽഡ്. ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് ഡോക്ടറേറ്റ് ഡിഗ്രിയാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ 1 വേക്കൻസി ഫോർ സീനിയർ സയൻറ്റിഫിക് ഓഫീസർ ലൈ ഡിറ്റക്ഷൻ ഇൻ ഫോറൻസിക് സയൻസ് ലാബറട്ടറി. ഏജ് ലിമിറ്റ് ഇസ് 38 years. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സൈക്കോളജി ഓർ ക്രിമിനോളജി. Then experience 3 years research analytical experience in applied psychology or criminology or crime investigation. Okay, again desirable degree ആണ് doctorate. Then okay, അപ്പോൾ നമ്മൾ പോസ്റ്റുകൾ ഡിഫറെൻറ്റ് പോസ്റ്റുകളും എക്സ്പീരിയൻസും കാര്യങ്ങളും കണ്ടു. ഇനി നമുക്ക് ജനറൽ ആയിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കാണാം. ലാസ്റ്റ് ഡേറ്റ് ഫോർ ആപ്ലിക്കേഷൻ വരുന്നത് മാർച്ച് 18 ആണ്. 18/3/2021 ആണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ. പിന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രിൻ്റ് എടുക്കാൻ നിങ്ങൾക്ക് ടൈമുള്ളത് 19/3/2021. പ്രിൻ്റ് എടുത്ത് വെക്കണം നിർബന്ധമാണ്. കാരണം നിങ്ങൾക്ക് ഇൻ്റർവ്യൂവിന് വിളിക്കുമ്പം ഇതിൻ്റെ പ്രിൻ്റ് ഔട്ട് കയ്യിൽ കരുതണമെന്ന് ഇതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ വൺസ് യു അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഒരു PDF സേവ് ചെയ്ത് വെക്കുക. ലേറ്റർ ഓൺ യു വിൽ ഹാവ് ടു ടേക്ക് എ പ്രിൻ്റ് ഓഫ് ദാറ്റ്. എന്നിട്ട് അത് സബ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് മറ്റ് ഡീറ്റെയിൽസ് ഈ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഇനി നമുക്ക് കാണാനുള്ളത് അപ്ലിക്കേഷൻ ഫീ. സോ അപ്ലിക്കേഷൻ ഫീ വരുന്നത് 25 rupees ആണ്. ഓക്കെ, SBI ഡിഫറെൻറ്റ് പേയ്മെൻറ്റ് മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. അത് ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫീ കൊടുക്കാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം SC ST PWD വിമൻ കാൻഡിഡേറ്റ്സിന് ഫീസ് ഇല്ല. ഓക്കെ, സോ ഫീ എക്സെപ്ഷനിൽ വരുന്നതാണ് ദീസ് കാറ്റഗറീസ്. സോ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. ഓക്കെ, ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ജനറലായിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കണ്ടല്ലോ. ഇനി എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടി കാണിച്ചു തരാം. ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് വേക്കൻസി ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസും ചെക്ക് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് എവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണാം. ഹിയർ ഗോ ഓൺ ടു www.upsc.gov.in എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞിട്ട് റിക്രൂട്ട്മെൻറ്റിൽ പോവാം. ഓക്കെ, ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ഓൺലൈൻ റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ORA എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പുതിയൊരു വിൻഡോയിലേക്ക് റീഡയറക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ ചെക്ക് ചെയ്യുക, ഇവിടെ താഴെ യു ക്യാൻ സീ ഹിയർ അഡ്വർടൈസ്മെൻറ്റ് നമ്പർ 4/2021. ലാസ്റ്റ് ഡേറ്റ് 18/3/2021 വരുന്നത്. ഒരുപാട് വേക്കൻസീസ് ഇവിടെ കാണാം.
ലൈക്ക് എക്കണോമിക് ഓഫീസർ, നമ്മളിപ്പോൾ പറഞ്ഞ ഓരോ പോസ്റ്റുകളാണിത്. ഓക്കെ, അപ്പോൾ യു ക്യാൻ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ. ഓരോ പോസ്റ്റിലും ഡിഫറെൻറ്റ് അപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അവിടേക്ക് നിങ്ങൾ റീഡയറക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ നമുക്കൊരു പോസ്റ്റ് അപ്ലൈ നൗ ഒന്ന് കൊടുത്തു നോക്കാം. സോ നമുക്ക് കുറേ ഇൻസ്ട്രക്ഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഇൻസ്ട്രക്ഷനൊക്കെ വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ കൊടുക്കുക. ആദ്യം നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ കൊടുത്തിട്ട് രജിസ്ട്രേഷൻ ഐഡിയും പാസ്വേഡും അവിടുന്ന് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലിക്കേഷൻ ഒരു അത്യാവശ്യം ലെങ്തി പ്രൊസീജിയറാണ്. കാരണം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുണ്ട്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ ഈ ഓൺലൈൻ നിങ്ങളുടെ അപ്ലിക്കേഷൻ്റെ ബേസിസിലായിരിക്കും നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുക. അപ്പം നല്ല തെറ്റൊന്നും വരുത്താതെ ശ്രദ്ധിച്ചിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഇതിൽ നമ്മൾ അപ്ലൈ ചെയ്തതിൽ ഒരുപാട് മിസ്റ്റേക്സ് ഒക്കെ വരുത്തിയിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുകയും ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ക്വാളിഫൈഡ് ആണെങ്കിലും അത് നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പം ഈ ബേസിക് ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡും യൂസർ ഐ ഡിയും പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും. ഇമെയിൽ ഐ ഡിയിലേക്കും ഫോൺ നമ്പറിലേക്കും ആ ഒരു ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ അത് ലേറ്റർ ഓൺ അത് യൂസ് ചെയ്തിട്ട് ലോഗിൻ ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് ചെയ്യാം. നിങ്ങളെ 10th ലെവൽ സർട്ടിഫിക്കറ്റ് മുതൽ എല്ലാ സർട്ടിഫിക്കറ്റ്സും ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാനായിട്ടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാം കീപ് യുവർ ഓൾ സച്ച് ഡോക്യുമെൻറ്റ്സ് റെഡി ആൻഡ് ദെൻ സ്റ്റാർട്ട് അപ്ലിക്കേഷൻ. അപ്പോൾ ഈ രജിസ്ട്രേഷൻ ചെയ്തിട്ട് ഒരു യൂഷ്വൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഒരുപാട് അപ്ലൈ ഇപ്പോൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതേ ഒരു പോലെ ഇതും സിമ്പിളായിട്ട് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. സോ ഓൾ ഓഫ് യു ഡു ഇറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഇതുപോലെ മറ്റൊരു ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ഗുഡ് ബൈ.